Good morning to one and all. Welcome to today's math class. Last class we discussed about factors and multiples. We can continue the same lesson today also. ഏത് ലെസനാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 6th ലെസൺ അല്ലേ? അതിലെ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് ആയിരുന്നു. അതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്, അതായത് ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടെത്തുക, ഫാക്ടർ പെയേഴ്സ് എങ്ങനെയാണ് എഴുതുക, ചെറിയ ചെറിയ നമ്പറുകളുടെ നമ്മൾ ചെയ്തു അല്ലേ? കുറച്ച് കണക്കുകളൊക്കെ നമ്മൾ ചെയ്തു നോക്കി, കുറച്ച് ഹോംവർക്ക് തന്നു, അതൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടേഴ്സിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് എടുക്കാൻ പോണത്. ഒരു നമ്പറിന്റെ ഫാക്ടറുകളുടെ എണ്ണം അത് ഓഡാണോ ഈവൺ ആണോ, ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ, അതെങ്ങനെയാണ് അറിയുക? അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആയത് ഇപ്പൊ ഒരു നമ്പറിന്റെ ഫാക്ടറുകളുടെ എണ്ണം 4 വരുന്ന സംഖ്യകളൊക്കെ എഴുതും. അല്ലെങ്കിൽ 4 അങ്ങനെ സ്പെഷ്യൽ നമ്പർ ഒന്നുമില്ല, ഓഡ് നമ്പർ വരുന്നത് അല്ലെങ്കിൽ ഈവൺ നമ്പർ വരുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 97 ഓഡ് ആൻഡ് ഈവൺ എന്നുള്ള ഹെഡിങ്ങില് നമ്മൾ കുറച്ച് ഓഡ് ആൻഡ് ഈവൺ, ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ്ങില് പ്രോബ്ലംസ് ഒന്നുമില്ല, എക്സാമ്പിൾസ് ആയിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. അതുപോലെ ഒരു സൈഡ് ആക്ടിവിറ്റി പോലെ നിങ്ങളോട് ചോദിച്ചിരിക്കാവുന്ന 1 മുതൽ 100 വരെയുള്ള സംഖ്യയില് ഒറ്റ സംഖ്യ ഫാക്ടറുകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിട്ടുള്ളത് ഏതൊക്കെ, ഇരട്ട സംഖ്യ ആയിട്ടുള്ളത് ഏതൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ്. ഇപ്പൊ ഒരു 20 എന്നുള്ള നമ്പർ എടുത്തു എന്ന് വിചാരിക്കും. ഫാക്ടറുകളുടെ എണ്ണാണ് കേട്ടോ കണ്ടെത്താൻ പോണത്. 20 എന്നുള്ള നമ്പറിന്റെ ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ് കണ്ടെത്തുക? എങ്ങനെയാണ് പറഞ്ഞേ? ഏതൊക്കെ നമ്പറുകൾ ഇൻക്ലൂഡ് ചെയ്താലാണ് 20 കിട്ടുന്നത്, അതൊക്കെ ആ സംഖ്യയുടെ ഫാക്ടറുകളാണ്. അപ്പൊ നമ്മൾ നോക്കിയപ്പോ 1 ആ സംഖ്യയും ഫാക്ടർ ആണ് എന്ന് പറഞ്ഞു അല്ലെ? അതായത് 1 20 ഫാക്ടർ ആയിട്ട് വരും. 1 ആ തന്നിരിക്കുന്ന സംഖ്യയും ഫാക്ടർ ആണ്. 2ന്റെ ഗുണന പട്ടികയിൽ വരുന്നുണ്ട് 2 × 10 ആണ് 20. അപ്പൊ 2ഉം 10ഉം ഫാക്ടർ ആയിട്ട് വരും അല്ലെ? 3ന്റെ ഗുണന പട്ടിക ചൊല്ലി നോക്കിയപ്പോ 20 ഇല്ല. 4ന്റെ ടേബിൾ നോക്കിയപ്പോ 4 5s are 20. അപ്പൊ ഏതൊക്കെ വന്നു? 4ഉം 5ഉം വന്നു. ഇനി 5ന്റെ ടേബിൾ അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട. 5 4s are 20 ആണ്. ബട്ട് വി ഓൾറെഡി റോട്ട് ഹിയർ 4 and 5 അല്ലെ? നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു 4 മനുഷ്യൻ, അതുകൊണ്ട് വീണ്ടും എഴുതണ്ട. പിന്നെ 6ന്റെ ടേബിളിൽ പോയി, അപ്പൊ ഇല്ല 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10 ഉണ്ട്. 10 2s are 20, ബട്ട് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് 2ഉം 10ഉം. പിന്നെ 11 12 അങ്ങനെയുള്ള സംഖ്യകൾ നോക്കിയപ്പോൾ അതിന്റെ ടേബിളിലൊന്നും വരുന്നില്ല. അപ്പൊ ഫാക്ടേഴ്സുകൾ എത്ര എണ്ണ വന്നത്? 4 5 10 20. അപ്പൊ ഫാക്ടറുകളുടെ എണ്ണം ചോദിച്ചാൽ എങ്ങനെയാ? എണ്ണി നോക്കി നോക്കുക. എന്ത്? 1 2 3 4 5 6 ഫാക്ടറുകളാണ് 20 എന്നുള്ള നമ്പറിൽ ഉള്ളത്. അപ്പൊ 6 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ, ഓഡാണോ ഈവൺ ആണോ? ഈവൺ നമ്പർ ആണ് അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെ? ഒരു സംഖ്യ തന്നാൽ അതിന്റെ ഫാക്ടേഴ്സുകൾ ആദ്യം കണ്ടെത്തി ഫാക്ടറുകളുടെ എണ്ണം കാണാനായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ എണ്ണി നോക്കിയാൽ മതി. ഇത് എത്ര എണ്ണം ഉണ്ടോന്ന് എണ്ണി നോക്കി നമുക്ക് ഫാക്ടേഴ്സുകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ 20 എന്നുള്ള നമ്പറിന് ഫാക്ടറുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണ്. അതുപോലെ വേറൊരു സംഖ്യ എടുത്തു നോക്കി. നമ്മള് ഇപ്പൊ 45 എടുക്കുന്നു വിചാരിക്കും. നമ്പർ 45 ആവുമ്പോ ആദ്യം എനിക്ക് അറിയാം ഏതാണ് 1ഉം 45ഉം ഫാക്ടർ ആണ്. നോക്കാതെ തന്നെ എഴുതാൻ എനിക്ക് സാധിക്കും. 1ഉം ആ നമ്പറും ഫാക്ടറുകളായിട്ട് വരുമല്ലോ. അപ്പൊ 1 × 45 = 45. അത് ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. ഇനി 2ന്റെ ടേബിളില് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു സൂത്രമുണ്ട്. എന്താ അറിയോ? തന്നിരിക്കുന്ന നമ്പറിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട സംഖ്യയാണെങ്കിൽ മാത്രമേ 2ന്റെ മൾട്ടിപ്പിൾ ആവുള്ളൂ, അല്ലെങ്കിൽ 2ന് ഫാക്ടർ ആയിട്ട് വരുള്ളൂ. എന്താ പറഞ്ഞേ? തന്നിരിക്കുന്ന സംഖ്യയുടെ, അതപ്പോ 2 ആയിക്കോട്ടെ, 6 ആയിക്കോട്ടെ, 8 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, ഈ സംഖ്യകളുടെ ഒക്കെ ഫാക്ടർ, ഈ സംഖ്യകളൊക്കെ ഫാക്ടർ ആയിട്ട് വരണമെങ്കിൽ
തന്നിരിക്കുന്ന സംഖ്യയുടെ വൺസ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എങ്ങനെയുള്ളതായിരിക്കണം? ഈവൺ നമ്പർ, ഇരട്ട സംഖ്യയാവണം. 2, 4, 6, 8, 0 അങ്ങനെയുള്ള സംഖ്യകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് നോക്കേണ്ടതുള്ളൂ? 2 ഫാക്ടർ ആണോ, അല്ലെങ്കിൽ 4 ഫാക്ടർ ആണോ, 6 ആണോ, 8 ആണോ, അങ്ങനെയുള്ള സംഖ്യകളൊക്കെ ഫാക്ടർ ആവണമെങ്കിൽ നിർബന്ധമായിട്ടും വൺസ് പ്ലേസിൽ ഈവൺ നമ്പർ ആയിരിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് എന്താ? 45 എന്നുള്ള സംഖ്യ 2ന്റെ ഫാക്ടർ ആണോ എന്നുള്ളത് നോക്കാൻ 2ന്റെ ടേബിൾ നമുക്ക് അറിയില്ല. 45 വരെ എണ്ണി നോക്കാൻ 10 2s are 20 വരെ എനിക്ക് അറിയുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 45നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം അല്ലേ? എന്നിട്ട് റിമൈൻഡർ വരുന്നു എന്നുണ്ടെങ്കിൽ 2 ഫാക്ടർ അല്ല, അല്ലെങ്കിൽ 2 ഫാക്ടർ ആണ് എന്നല്ലേ അർത്ഥാക്കണേ. അപ്പൊ ഇവിടെ ഞാനൊരു സൂത്രം പറഞ്ഞു തന്നത് എന്താണ്? ഡിവൈഡ് ചെയ്യാൻ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം വൺസ് പ്ലേസില് ഈവൺ നമ്പർ വന്നെങ്കിൽ മാത്രമേ 2ന്റെ ടേബിളിൽ അല്ലെങ്കിൽ 2 ഫാക്ടർ ആണോ അല്ലയോ എന്ന് അറിയേണ്ടതുള്ളൂ. ഇവിടെ വൺസ് പ്ലേസിൽ എന്താ? 5 ആണ്. 5 ഈവൺ ആണോ ഓഡ് ആണോ? ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് 2ന്റെ ടേബിൾ നോക്കണ്ട. അപ്പൊ 2 സ്കിപ്പ് ചെയ്ത് 3യുടെ ടേബിൾ ഉണ്ടോ നോക്കാൻ എന്താ ചെയ്യേണ്ടത്? അത് കുറച്ച് പണിയൊക്കെ ഉണ്ട്. എങ്ങനെയാ? 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വേണം. അല്ലാതെ 3യുടെ ടേബിൾ 10 3s are 30 വരെ എണ്ണി നോക്കി ടേബിളിൽ അത് ഉണ്ടോ ഇല്ലയോ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനും വലിയ സംഖ്യ ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ 1 3 is 3, 15, 5 3s are 15. കണ്ടോ? റിമൈൻഡർ 0 വന്നു. അപ്പൊ എന്ത് പറയാൻ പറ്റും നമുക്ക്? 3 into 15 എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ ഏതാണ്? 3,15. 4ന്റെ ടേബിൾ നോക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? വൺസ് പ്ലേസിൽ ഈവൺ നമ്പർ അല്ല, അതുകൊണ്ട് 4ന്റെ ടേബിളിൽ ഇല്ല. 5ന്റെ ടേബിളിൽ നമുക്ക് ടേബിൾ നോക്കി ചൊല്ലി നോക്കാൻ പറ്റും അല്ലെ? എന്താണ്? 5 9s are 45. ടേബിളിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങുന്നതാണ്. അപ്പൊ അതുകൊണ്ട് 5,9. ഇനി 10ന്റെ ടേബിളിൽ വരില്ല. ഓൾറെഡി നമുക്കറിയാം 10ന്റെ ടേബിളിൽ ഉണ്ടെങ്കിൽ വൺസ് പ്ലേസിൽ 0 വരുള്ളൂ അല്ലെ? അപ്പൊ 10ന്റെ ടേബിളിൽ 11 ഉണ്ടോ നോക്കി. 11ന്റെ ടേബിൾ നോക്കി. അപ്പൊ 11ന്റെ ടേബിൾ ഏകദേശം നമുക്ക് ബൈഹാർട്ടാ. 11 5s are 55 ആ. അപ്പൊ എന്തായാലും അതില്ല. 12ന്റെ ടേബിൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കി. 12ന്റെ ടേബിളും ഇതേപോലെ തന്നെയാണ്. എന്ത്? വൺസ് പ്ലേസിൽ ഈവൺ നമ്പർ ആണെങ്കിൽ മാത്രം, അതായത് 2ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്ന സംഖ്യയുടെ ഒക്കെ ഫാക്ടേഴ്സ് വരുന്നത് വൺസ് പ്ലേസിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഒക്കെ വൺസ് പ്ലേസിൽ ഈവൺ നമ്പർ ആയിട്ടാണ് വരിക അല്ലേ? ഇനി നമ്മൾ അപ്പൊ 12ന്റെ ടേബിൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഓഡ് നമ്പർ ആണ് വൺസ് പ്ലേസിൽ, അതുകൊണ്ട് ഉണ്ടാവില്ല. 13ന്റെ ടേബിൾ ഉണ്ടോ നോക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരും. എന്ത്? 45നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലാണ്ട് സൂത്രപ്പണികൾ വേറെ ഒന്നുമില്ല. 13ന്റെ ടേബിൾ പഠിച്ചവർക്ക് കുഴപ്പമില്ല. അപ്പൊ പ്രധാനമായിട്ടും പറയാനുള്ളത് എന്താണ്? ഈ ലെസൺ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് എല്ലാം തറവായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ 13ന്റെ ടേബിളിൽ ഉണ്ടോ നോക്കാനായിട്ട് 13 into 2 എത്രയാണ് വരിക? 13 into 2 36 അല്ലെ? 26 അല്ലെ? 13 into 3 39 ആണ്. 13 into 4 52 വരും. അപ്പൊ 3 ആണ് വരുന്നത് കേട്ടോ. 39 ആണ് വരുന്നത്. അപ്പൊ സബ്ട്രാക്ട് ചെയ്തപ്പോ എന്ത് വന്നു? 5 വന്നു. അപ്പൊ എന്താ? റിമൈൻഡർ വന്നു. റിമൈൻഡർ വന്നാൽ നമുക്ക് ഉറപ്പിക്കാം എന്ത്? 13 ഫാക്ടർ അല്ല, 14 ഫാക്ടർ വരില്ല. കാരണം എന്താ? 14 എന്നുള്ളത് ആ സംഖ്യ തന്നെ വൺസ് പ്ലേസിൽ ഈവൺ നമ്പർ ആ. 14 4 അല്ലേ? ഈവൺ നമ്പർ അല്ലേ കിടക്കണേ? അപ്പൊ ആ ഈവൺ നമ്പർ വരുന്ന സംഖ്യകളുടെ ഒന്നും ഈ വൺസ് പ്ലേസില് നമുക്ക് ആ കിട്ടുന്ന പ്രോഡക്റ്റില് ഈവൺ നമ്പറേ വരുള്ളൂ, ഓഡ് നമ്പർ വരില്ല. 15ന്റെ ടേബിൾ നോക്കിയപ്പോൾ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. 3 15s are 45. അങ്ങനെ ഓരോ സംഖ്യകളും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടേ നമുക്ക് എന്തറിയാൻ പറ്റുള്ളൂ? ഫാക്ടേഴ്സ്. വലിയ വലിയ നമ്പറുകൾ വരുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവും. കാരണം ഏതൊക്കെ നമ്പറുകളുടെ ടേബിളിലാണുള്ളത് എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ടേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കുറച്ച് പണിയുണ്ട് നമുക്കിത് ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പൊ ഇതൊക്കെ അറിയണമെങ്കിൽ പ്രധാനമായിട്ട് എന്താ വേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും ഫാക്ടേഴ്സ് ആണ് കിട്ടിയത്. അപ്പൊ ഫാക്ടറുകളുടെ എണ്ണം എത്രയാ വന്നേ? 1 2 3 4 5 6. 6 എന്ന് പറയുന്ന സംഖ്യ എന്താ? ഈവൺ നമ്പർ തന്നെയാണ്. അപ്പൊ ഈ 45ലും ഫാക്ടറുകളുടെ എണ്ണം ഈവൺ നമ്പർ തന്നെയാണ് വരുന്നത്.
അങ്ങനെ കുറച്ച് നമ്പറുകൾ ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി ഓഡ് നമ്പറുകൾ വരുന്നത് ഏതാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫാക്ടറുകളുടെ എണ്ണം ഓഡ് നമ്പർ ആയിട്ട് വരുന്നത് ഏതൊക്കെ, അല്ലെങ്കിൽ ഫാക്ടറുകളുടെ എണ്ണം 3 അല്ലെങ്കിൽ 5 അങ്ങനെയുള്ള സംഖ്യകൾ വരുന്നത് ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ 4 എന്നുള്ള സംഖ്യ ചെറിയ നമ്പർ എടുത്തു കേട്ടോ. 4 എന്നുള്ള സംഖ്യ എടുത്തു. അപ്പൊ ഏതൊക്കെ ഫാക്ടറുകൾ വരുന്നത്? 1 × 4 4ആണ്. അപ്പൊ 1ഉം 4ഉം ഫാക്ടർ ആയിട്ട് വരും അല്ലെ. അതുപോലെയോ 2 × 2 4ആണ്. അപ്പൊ എന്താ എഴുതാൻ പാടുള്ളൂ? 2,2 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ഒരു നമ്പർ ഒരു പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 4ന്റെ ഫാക്ടറുകളായിട്ട് വരുന്നത് ഏതൊക്കെയാ? 1 2 4. ഫാക്ടറുകളുടെ എണ്ണം എത്ര വന്നു? 3 വന്നു. 3 എന്ന് പറയുന്നത് എന്താ? ഓഡ് നമ്പർ ആണ്. അപ്പൊ ഒരു നമ്പർ കിട്ടി എനിക്ക്. അതായത് ഫാക്ടറുകളുടെ എണ്ണം ഓഡ് നമ്പറുകൾ വരുന്ന സംഖ്യകളിൽ പെടുന്ന ഒരു സംഖ്യയാണ് 4 എന്നുള്ളത് മനസ്സിലായല്ലോ. അതേപോലെ വേറൊരു സംഖ്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം 9 എടുക്കാന്ന് വിചാരിക്കും. 9. അപ്പൊ 1,9 അല്ലെ. 1 × 9 9 ആണ് ഒരു സംഖ്യയുടെ. ആ സംഖ്യയും 1ഉം ഫാക്ടർ ആണല്ലോ. പിന്നെ 2ന്റെ ടേബിൾ ഇല്ല, 3ന്റെ ടേബിൾ വരുന്നു. 3 3s are 9. പിന്നെ 9 × 1 9. ശരിയാണ്, അതും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫാക്ടറുകളായിട്ട് എഴുതുന്ന എന്തൊക്കെയാ? 1 3 9. അപ്പൊ എത്രയാ വന്നത്? ഫാക്ടറുകളുടെ എണ്ണം 3 തന്നെയാ വന്നത്. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന സംഖ്യകളുടെയൊക്കെ പ്രത്യേകത ഒന്ന് നോക്കി നോക്കൂട്ടാ. ഫാക്ടേഴ്സിന്റെ എണ്ണം 3 വരുന്ന സംഖ്യകൾ എടുക്കുന്ന സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഞാൻ ആദ്യം എടുത്തത് 4ആണ്, ഇപ്പൊ എടുത്തത് 9ആണ്. ഇനി എടുക്കാൻ പോകുന്നത് 16, അല്ലെങ്കിൽ പിന്നെ 25, അല്ലെങ്കിൽ 36, 49, 64, 81 അങ്ങനെയുള്ള സംഖ്യകളാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എന്ത്? ഫാക്ടറുകളുടെ എണ്ണം 3 വരുന്ന സംഖ്യകളാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതാണ് എടുക്കുക. ഈ സംഖ്യകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഈ സംഖ്യകൾ എന്ന് പറയുന്നത് ഒരേ നമ്പറുകൾ ഇൻഡ്യൂ ചെയ്ത് കിട്ടുന്ന സംഖ്യയാണ് ഇത് അല്ലെ. 2 × 2 4 അല്ലെ. വേറെ നോക്കി നോക്കൂ. ഇത് 2 × 2 സെയിം സംഖ്യകളാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഇത് കിട്ടുന്നത്. ഇവിടെയോ 3 × 3, ഇവിടെ 4 × 4, 5 × 5, 6 × 6 അല്ലെ. അതായത് സെയിം നമ്പറുകൾ തന്നെ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സംഖ്യകളുടെ എല്ലാം ഫാക്ടറുകളുടെ എണ്ണം ഓഡ് നമ്പർ ആയിരിക്കും. 3 എന്ന് തറപ്പിച്ച് പറയാനില്ല, ഓഡ് നമ്പർ ആയിരിക്കും എന്നുള്ളതാണ്. മെജോറിറ്റി 3 തന്നെയാണ് ചിലതിൽ കിട്ടുന്നത്. ചില ഈവൺ നമ്പറുകൾക്ക് വ്യത്യാസം വരുന്നുണ്ടെന്ന് മാത്രം. പക്ഷെ ഫാക്ടറുകളുടെ എണ്ണം എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ അല്ലാത്ത സംഖ്യകളുടെയൊക്കെ, അതായത് ഇതിൽ പെടാത്ത സംഖ്യകളുടെയൊക്കെ ഫാക്ടറുകളുടെ എണ്ണം എന്തായിരിക്കും? ഈവൺ നമ്പർ ആയിട്ടാണ് വരുന്നത്. അതാണ് ഈ ഓഡ് ആൻഡ് ഈവൺ എന്നുള്ള ഹെഡിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. പേജ് നമ്പർ 99 നമ്മളുടെ എക്സസൈസ് തുടങ്ങുകയാണ് കേട്ടോ. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ആണ് ഇതുവരെ ഉള്ളത്, ജസ്റ്റ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എന്താ? ഫൈൻഡ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ബിലോ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന സംഖ്യകളുടെ ഒക്കെ ഫാക്ടറുകൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒറ്റ സംഖ്യയുടെ ഇരട്ട സംഖ്യയുടെ ഐഡിയ മനസ്സിലായിട്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ചുവടെയുള്ള സംഖ്യകളുടെ എല്ലാം ഘടകങ്ങൾ കണ്ടെത്തുക. ആദ്യത്തെ സംഖ്യ വലിയ സംഖ്യ തന്നേക്കണം. എന്ത്? 256 ആണ് തന്നേക്കുന്നത്. അപ്പൊ 256ന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാണാനായിട്ട് ആദ്യം ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞുതരാൻ പോവാണ്. അതിനു മുമ്പ് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. എന്താണ് പ്രൈം നമ്പർ, എന്താണ് കോമ്പോസിറ്റ് നമ്പർ, അതും കൂടെ അറിഞ്ഞാൽ മാത്രമേ പ്രൈം ആൻഡ് കോമ്പോസിറ്റ്, മലയാളത്തിൽ എന്താ പറയുക, ഭാജ്യസംഖ്യയും അഭാജ്യസംഖ്യയും. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യയാണ്. അഭാജ്യം അതുപോലെ ഭാജ്യസംഖ്യ. ഭാജ്യം, ഭാജ്യം ആൻഡ് അഭാജ്യം. എന്താണ് പ്രൈം നമ്പേഴ്സ് അഥവാ
പ്രൈം ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. 5ൽ പഠിച്ചേക്കണോ എന്നാലും ഓർമ്മയുണ്ടാവില്ല. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ്, ഫാക്ടറൈസേഷൻ അഥവാ ഫാക്ടേഴ്സ് കണ്ടെത്തണത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ പ്രൈം നമ്പറുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ടീച്ചർ നോട്ട് തരും. എന്താ പ്രൈം നമ്പറുകൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ നമ്പറുകൾക്ക് ഒന്നും ആ തന്നിരിക്കുന്ന നമ്പർ മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അഭാജ്യ സംഖ്യകൾ എന്നാണ് അതിന്റെ മലയാളത്തിൽ പറയാട്ടോ. അഭാജ്യ സംഖ്യകൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ സംഖ്യകളുടെ ഫാക്ടേഴ്സ് ആകെ 2 ഉണ്ടാവുള്ളൂ. 2 ഫാക്ടറുകളെ ഉണ്ടാവുള്ളൂ. എന്ത്? ഒന്നും ആ തന്നിരിക്കുന്ന നമ്പർ. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെയാ പറയാ? 2ന്റെ ഫാക്ടറുകൾ എന്തൊക്കെയാ? 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. 2 ഫാക്ടറുകളല്ലേ ഉള്ളൂ. 1ഉം ആ സംഖ്യയും മാത്രമേ ഫാക്ടറുകളായിട്ട് വരുന്നുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ. അപ്പൊ അതിന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് കോമ്പോസിറ്റ് നമ്പർ അഥവാ ഭാജ്യ സംഖ്യ പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? 2ൽ കൂടുതൽ ഫാക്ടറുകൾ വരുന്ന നമ്പറുകളെല്ലാം ഏതിൽ പെടും? കോമ്പോസിറ്റ് നമ്പർ അഥവാ ഭാജ്യ സംഖ്യയിൽ പെടും കേട്ടോ. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. നമുക്കിവിടെ പ്രധാനമായിട്ടും അറിയേണ്ടത് അഭാജ്യ ഘടകങ്ങളാക്കാൻ അഥവാ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് മലയാളത്തിൽ പറയും. അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇവിടെ ഫാക്ടേഴ്സ്. വലിയ സംഖ്യകളൊക്കെ വരുമ്പോൾ അതിന്റെ ഗുണനപ്പട്ടിക നോക്കി പോവാൻ, അതായത് ഏതൊക്കെ നമ്പറുകൾ ഇൻക്ലൂഡ് ചെയ്താലാണ് 256 കിട്ടുന്നത് എന്നൊക്കെ നോക്കി പോവാ. ഒരു ദിവസം മുഴുവൻ വേണ്ടിയിരുന്നു നമുക്ക് അല്ലേ? പരീക്ഷയ്ക്ക് ആകെ 2 മണിക്കൂറേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിയാൻ എളുപ്പമല്ല. അപ്പൊ അതിനൊരു ഈസി മെത്തേഡാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ അഥവാ അഭാജ്യ ഘടകക്രിയ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഫാക്ടേഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ വ്യത്യാസം മനസ്സിലായില്ലോ. ഭാജ്യം എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് അഥവാ ഭാജ്യം എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഫാക്ടറുകൾ ഉള്ള സംഖ്യകളെ പറയും. പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടറുകളെ ഉണ്ടാവുള്ളൂ. അതേതൊക്കെയാ? 1ഉം ആ തന്നിരിക്കുന്ന സംഖ്യയും മാത്രമേ ഫാക്ടറുകൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സംഖ്യകളാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പൊ 256ന്റെ എല്ലാ ഫാക്ടറുകളും എല്ലാ ഘടകങ്ങളും കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ഏതൊക്കെ നമ്പറുകൾ ഇൻക്ലൂഡ് ചെയ്താൽ 256 കിട്ടുന്നു എന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ കുറച്ചധികം ലെങ്തി ആയിട്ടുള്ള മെത്തേഡാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 256നെ ഫാക്ടറൈസ് ചെയ്യുക. ഒന്നാമത്തെ പാഠഭാഗത്തിലും ഇത് ചെയ്തേക്കണം കേട്ടോ. പ്രൈം ഫാക്ടറൈസേഷൻ അഥവാ അഭാജ്യ ഘടകക്രിയ രീതിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ട് എന്താ പറയണേ? പ്രൈം നമ്പറുകൾ, അഭാജ്യ സംഖ്യകൾ മാത്രമേ ഘടകക്രിയ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോ ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് 1 എന്ന് പറയുന്ന സംഖ്യ ഭാജ്യവുമല്ല അഭാജ്യവുമല്ല, 2ലും പെടില്ല. പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഘടകക്രിയ അഥവാ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് 1 എന്നുള്ള സംഖ്യ എടുക്കില്ല. 2 തൊട്ടുള്ള സംഖ്യകളെ നമ്മൾ എടുക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ 2 തൊട്ടാണ് ആദ്യം തന്നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് കേട്ടോ. സംഖ്യ ഡയറക്റ്റ് ആയിട്ട് വലിയൊരു സംഖ്യയ്ക്ക് പോവരുത്. അപ്പൊ ചെറിയ ഈ പ്രൈം നമ്പറുകൾ ഏതൊക്കെയാ വരുന്നത്? 2 വരും, 3 വരും, 4 വരുമോ? ഇല്ല. കാരണം എന്താ? 4നും 1ഉം 4ഉം മാത്രമേ ഫാക്ടറുള്ളൂ അല്ലല്ലോ. 2ഉം കൂടെ വരുന്നുണ്ട്. അതായത് 2ൽ കൂടുതൽ ഫാക്ടറുകളുടെ എണ്ണായി അത് ഏതിലേക്ക് പോയി? കോമ്പോസിറ്റ് നമ്പറിലേക്ക് പോയി. 2 ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏതിൽ പെടുള്ളൂ? പ്രൈം നമ്പറിൽ പെടുള്ളൂ കേട്ടോ. അപ്പൊ 2ഉം 3ഉം പ്രൈം നമ്പറാണ്. 4 പെടില്ല. 5 6 എന്നതേ ഓളിയിട്ടുണ്ട്. ഇല്ല, 6 പെടില്ല. എന്താ കാരണം? 1ഉം 6ഉം മാത്രമേ അതിന്റെ ഫാക്ടർ ഉള്ളൂ. 2 × 3 6 അല്ലേ? അപ്പൊ 2ഉം 3ഉം അതിന്റെ ഘടകമായിട്ട് വരില്ലേ? അപ്പൊ അത് 6 എന്നുള്ളത് ഇതിൽ പെടില്ല. 7, 8 വരില്ല, 9ഉം വരില്ല. ഓഡ് നമ്പറുകളൊക്കെ വരും എന്ന് വിചാരിക്കരുത്. അപ്പൊ 2 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ് ഇല്ലല്ലോ. അപ്പൊ 9 എന്നുള്ള സംഖ്യ വരില്ല. 10 വരില്ല. 11, 12 വരില്ല. കാരണം എന്താ? 1ഉം 12ഉം മാത്രമേ അതിന്റെ ഫാക്ടർ ഉള്ളൂ എങ്കിലാണ് അതിൽ പെടുള്ളൂ. 12ന് ഇത്രയാ ഘടകങ്ങളുള്ള? 2 ഉണ്ട്, 6 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇതൊക്കെ ഘടകല്ലേ? ഇവൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ ഈ 12 കിട്ടില്ലേ? അപ്പൊ അത് വരുന്നില്ല. 13,
14 വരില്ല, 15 വരില്ല, 16 വരില്ല, പിന്നെ ഏതാ വരിക? 17 വരും, 18 വരില്ല, 19. അങ്ങനെയുള്ള കുറച്ച് സംഖ്യകൾ ഉണ്ട്. നമുക്ക് ഇത്തരം സംഖ്യകളെ നമുക്ക് ഇവിടെ ഫാക്ടറൈസ് ചെയ്യാൻ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ? ആദ്യം 2 എടുത്തു, 2 ഫാക്ടറൈസ് ചെയ്യുക. അതായത് ഡിവിഷൻ ചെയ്യണതിനെ തലതിരിച്ചിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. 256നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ വർക്കിംഗ് കോളത്തിലെ 256നെ 2 കൊണ്ട് കുറച്ച്, അതാണ് ഞാൻ പറഞ്ഞത്, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും താറുമായിട്ട് അറിയുന്ന കുട്ടികൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ 2 1 2 is 2, 5 2 2s are 4, 16 8 2s are 16. സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 128 കിട്ടി. ഇനി 128നെ ഏത് സംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക? ഇവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത സംഖ്യകൾ എഴുതാം. ഒരു വട്ടം 2 എടുത്തോണ്ട് പിന്നെയും 2 എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പോ വൺസ് പ്ലേസിൽ ഈവൺ നമ്പർ വന്നു വെച്ചാൽ നമുക്ക് ഉറപ്പിക്കാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈവൺ നമ്പർ വന്നില്ലെങ്കിൽ മാത്രമേ അടുത്ത പ്രൈം നമ്പർ ഏതാന്നുള്ളത് അല്ലെങ്കിൽ അടുത്ത അഭാജ്യ സംഖ്യ ഏതാന്നുള്ളത് നോക്കേണ്ടതുള്ളൂ. അപ്പൊ ഇവിടെ വൺസ് പ്ലേസിൽ 8 എന്നുള്ള സംഖ്യ ഈവൺ നമ്പർ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ വീണ്ടും 2 തന്നെ എഴുതി. ഇനി വീണ്ടും ഞാൻ നോക്കുകയാണ്. 128നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്താണോ അതാണ് പിന്നത്തെ ഇതിൽ എഴുതുക. എന്നിട്ടോ നോക്കൂ, 6 2s are 12, 8 4 2s are 8. സബ്ട്രാക്ട് ചെയ്തപ്പോ എന്ത് കിട്ടി? എനിക്ക് 0 ആണ് കിട്ടിയത്. അപ്പൊ കോഷ്യന്റ് അഥവാ ഹരണഫലം എത്ര കിട്ടി? 64. ആ ഉത്തരം എഴുതി. കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ നീണ്ട് എന്ത് ചെയ്യണം? ഈ സ്ഥാനത്ത് 1 എന്നുള്ള സംഖ്യ കിട്ടണത് വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഫാക്ടറൈസേഷൻ ചെയ്തുകൊണ്ട് പോകണം. കുറച്ച് പണിയുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കി പോയാൽ എനിക്ക് എങ്ങനെയാണ് 128 കിട്ടിയത്? 256നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴുള്ള ഉത്തരമാണ് 128 എന്ന് എഴുതിയത്. ഈ 128ൽ എവിടെ എന്താ 2 എടുക്കാൻ തോന്നിയേ? എനിക്ക് ഇനി 3 എടുത്തൂടെ എന്ന് സംശയം തോന്നുകയാണ്. എന്താ കാര്യം? ഒരു സംഖ്യ നമ്മൾ 2 തൊട്ടുള്ള പ്രൈം നമ്പറുകളാണ് പോകുന്നത്. 2 പോകുന്നില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രമേ അടുത്ത സംഖ്യ, അടുത്ത അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പറായ 3ഓ 5ഓ 7ഓ ഏതാച്ചാൽ എടുക്കേണ്ടത്. 2 പോകുമെങ്കിൽ 2 തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ 128 കിട്ടി. അതിനെയും എനിക്ക് മനസ്സിലായി എന്ത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാ മനസ്സിലായേ? വൺസ് പ്ലേസിൽ ഈവൺ നമ്പർ ആണ് കിടക്കണത്. അതുകൊണ്ട് വീണ്ടും ഞാൻ 64ൽ 2 തന്നെ എഴുതി. ഉറപ്പിച്ചു ഞാൻ 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും. വൈ? വൺസ് പ്ലേസ് ഈവൺ നമ്പർ ആണ് കിടക്കണത്. അതുകൊണ്ട് വീണ്ടും ഞാൻ 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 3 2s are 6, 4 2 2s are 4. സബ്ട്രാക്ട് ചെയ്തു. 0 കിട്ടി. അപ്പൊ എത്ര ആൻസർ കിട്ടി? 32. വീണ്ടും എനിക്ക് ഡിവൈഡ് ചെയ്യാൻ 2 പറ്റും. 32നെ വർക്കിംഗ് കോളം കഴിയുന്നു മാത്രം അല്ലേ? 12 6 2s are 12. സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി എനിക്ക്? 16. വീണ്ടും 2 പോവും. ഇത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. 2ന്റെ ടേബിളില് എന്തുകൊണ്ട് 2നെ ഇൻഡ്യൂ ചെയ്താലാണ് 16 കിട്ടണത് എന്ന് നോക്കിയാൽ മതി. അപ്പൊ 2ന്റെ ടേബിൾ ചൊല്ലി നോക്കിയപ്പോ 2 8s are 16. അപ്പൊ അത് ഡിവൈഡ് ചെയ്യാണ്ട് എനിക്ക് ചെറിയ നമ്പർ ആകുമ്പോൾ ചെയ്യാൻ പറ്റും. വീണ്ടും ഞാൻ 2 എന്ന് എടുത്തു. കാരണം എന്താ? 8 ഈവൺ നമ്പർ ആണ്. ഇതും അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യാതെ 2ന്റെ ടേബിളില് 2നെ എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്താലാണ് 8 കിട്ടണേ നോക്കിയപ്പോ 4 2s are 8. വീണ്ടും 2 2 വീണ്ടും 2 1. അതായത് നമുക്ക് ഈ സ്ഥാനത്ത് 1 കിട്ടുന്നത് വരെ നമ്മൾ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഡിവൈഡ് ചെയ്ത് ഒരു പരുവാകും അവസാനം ആകുമ്പോഴേക്കും അല്ലെ? സ്പീഡായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് കിട്ടുവേ. അല്ലാത്തവരുടെ കാര്യം പറയണം. സ്പീഡാവും. നമ്മളെല്ലാവരും ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ആവും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്. ഇത് 2 ആണ് കേട്ടോ. മനസ്സിലാവില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത്? ആദ്യം 256നെ 2 കൊണ്ട് ഹരിച്ചു. എത്രയാണ് ഉത്തരം കിട്ടുന്നത് അത് അടിയിൽ എഴുതി.
വീണ്ടും 128 2 പോവും. ഡിവൈഡ് ചെയ്ത് ഉത്തരം കിട്ടിയത് അടിയിൽ എഴുതി. 60 എപ്പോഴും 2 തന്നെ വരണമെന്നില്ല. ചില നമ്പറുകൾ ഇതിലിപ്പോ എല്ലാം 2 വന്നുള്ളൂ എന്ന് മാത്രം. ചിലതിൽ ചിലപ്പോ അടുത്ത പ്രൈം നമ്പർ എടുക്കേണ്ടി വരും. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ ഹരിക്കാൻ എടുക്കുന്ന സംഖ്യ പ്രൈം നമ്പർ തന്നെ ആയിരിക്കണം. അതാണ് പ്രൈം ഫാക്ടറൈസേഷൻ അഥവാ അഭാജ്യ ഘടകക്രിയ എന്ന് പറയുന്നത്. ഇവിടെ ഹരിക്കാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന സംഖ്യ 2, 3, 5, 7 ഈ ഗണത്തിൽ പെടുന്ന സംഖ്യ തന്നെ ആയിരിക്കണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്നല്ലേ ചോദ്യം. അല്ലാണ്ട് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തിടാനല്ല പറഞ്ഞേക്കണേ. 256ന്റെ ഫാക്ടറുകൾ ഏതൊക്കെ? അപ്പൊ അതിന്റെ ഫാക്ടേഴ്സ് ഓഫ് 256 256ന്റെ ഘടകങ്ങൾ എന്ന് വഴി എഴുതിയിട്ട് ആദ്യം 1ഉം 256ഉം പെടും എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ 1,256. പിന്നെ ഈ ഘടകക്രിയ ചെയ്യാൻ എടുത്ത സംഖ്യ ഏതാണ്? 2. അപ്പൊ 2 വരുന്നും നമുക്ക് മനസ്സിലായി, ഫാക്ടർ ആവും. ഇനി ചെയ്യേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടാ. 2 നമ്പറുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ? ആദ്യം ഇത്, പിന്നെ ഈ 3 എണ്ണം, പിന്നെ ഈ 4 എണ്ണം. നമ്മള് ഫാക്ടറുകൾ കണ്ടെത്താനായിട്ടാ പറയണേട്ടാ. ഇത്തിരി പണിയാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കണം എന്നില്ല. അപ്പൊ നോക്കൂ എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫാക്ടേഴ്സുകൾ കണ്ടെത്തണേ എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം 1ഉം 256ഉം എഴുതി, പിന്നെ ഇതിൽ ഹരിക്കാൻ എടുത്ത സംഖ്യകൾ ഏതൊക്കെയാണോ അത് കോമയിട്ട് എഴുതി. ഇവിടെ ഇപ്പൊ ഹരിക്കാൻ 2 എന്നുള്ള സംഖ്യ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 2 എന്നുള്ളത് എഴുതി. ഇനിയുള്ള ഫാക്ടേഴ്സ് എങ്ങനെ എഴുതുക? ആദ്യത്തെ 2 2കൾ ഇൻഡ്യൂ ചെയ്ത് കിട്ടുന്ന സംഖ്യ ഏതാണോ അത് എഴുതി. പിന്നെയോ 3 സംഖ്യകൾ ഇൻഡ്യൂ ചെയ്ത് കിട്ടുന്നത് ഏതാണെന്ന് എഴുതി. 2 × 2 × 2 8. പിന്നെ ആദ്യത്തെ 4 2കൾ ഇൻഡ്യൂ ചെയ്തത്, ഇപ്പൊ ഒരേ സംഖ്യകളായതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. 4 2കൾ ഇൻഡ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏതാണോ അത് ഫാക്ടർ ആയിട്ട് വരും, ഉറപ്പാണ്. പിന്നെ 5 2കൾ ഇൻഡ്യൂ ചെയ്താൽ കിട്ടുന്നത് എന്താണെന്ന് നോക്കി, 32. 6 2കൾ ഇൻഡ്യൂ ചെയ്തപ്പോ കിട്ടുന്നത് എന്താണെന്ന് നോക്കി, 64. 7 2കൾ ഇൻഡ്യൂ ചെയ്താൽ, അതായത് ഓർഡർ അനുസരിച്ചിട്ട് എങ്ങനെ ഇൻഡ്യൂ ചെയ്യുന്നു? ആദ്യം ഇത്, പിന്നെ ഈ 3 എണ്ണം, പിന്നെ 4 എണ്ണം, 5 എണ്ണം. ഇത് ഒരേ നമ്പറുകൾ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 64. പിന്നെയോ 128. ഇത്രേ വരുള്ളൂ. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ പിന്നെ ഇതെല്ലാം കൂടി ഇൻഡ്യൂ ചെയ്യുമ്പോൾ 256 തന്നെ കിട്ടും. ഇതിന്റെ സൂത്രം നോക്കി നോക്കൂ. ഒരേ നമ്പറുകൾ കൊണ്ടാണ് നമുക്ക് ഫാക്ടറൈസ് ചെയ്തത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തത് എങ്കിൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഈ ഉള്ളിലുള്ള നമ്പറുകൾ കോമയിട്ട് എഴുതിയാൽ മതി. 1, 2, 4, 8, 16, 32, 64, 128, 256. എങ്ങനെ വന്നാല് ഒരേ സംഖ്യ, ഒരൊറ്റ സംഖ്യയെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഘടകക്രിയ ചെയ്യാൻ എടുത്തത് എങ്കിൽ ഈ ഉള്ളിലുള്ള നമ്പറുകൾ കോമയിട്ട് എഴുതുന്നതായിരിക്കും അതിന്റെ ഫാക്ടർ ആയിട്ട് വരാം. എല്ലാ സ്ഥലത്തും അങ്ങനെ വരില്ല, കാരണം പല പല നമ്പറുകൾ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ എടുത്താൽ ബുദ്ധിമുട്ടായി, പിന്നെ പ്രശ്നം, ഈ സൂത്രപ്പണി നടക്കില്ല. അപ്പൊ 256ന്റെ ഘടകങ്ങൾ എത്രയ്ക്കാ? ഇനി നമ്മൾ ഇതിനെ തന്നെ റീഅറേഞ്ച് ചെയ്ത് എഴുതണം. അതായത് ഒന്ന് ഓർഡറിലായിട്ട് 1, 2, 4, 8, 16 ഒരു അസെൻഡിങ് ഓർഡറിൽ 64, 128, 256. ചിലപ്പോ ഫാക്ടറുകളുടെ എണ്ണവും ചിലപ്പോ ചോദിക്കാം. ഇതിപ്പോ എല്ലാ ഫാക്ടേഴ്സും എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എത്ര ഫാക്ടറാ? 1, 2, 3, 4, 5, 6, 7, 8, 9 ഫാക്ടറുകളാ വന്നത്. അതായത് ഫാക്ടറുകളുടെ എണ്ണം എത്രയാ? ഓഡ് നമ്പറാ വന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ രീതിയിൽ ഫാക്ടറൈസ് ചെയ്യാൻ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് കണ്ടു കിട്ടാനായിട്ട്, എന്നാലും ഇതേ രീതിയിലാണ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ മനസ്സിലായി ഉണ്ടാവും വിചാരിക്കണു. അപ്പൊ ഒന്ന് ചെയ്തു നോക്കാൻ പറ്റുമോ? അടുത്ത 2 എണ്ണം 625ഉം 243ഉം ചെയ്ത് നോക്കി വരാൻ പറ്റുമോ? ഇതേ രീതിയിൽ ഫാക്ടറൈസ് ചെയ്ത് സ്ലോ ആയിട്ട് ചെയ്ത് നോക്കി ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനം. അതുപോലെ പ്രൈം നമ്പേഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. പ്രൈം നമ്പറുകൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 2 ഫാക്ടറുകൾ, 2 ഘടകങ്ങൾ മാത്രം വരുന്ന സംഖ്യകളാണ് കേട്ടോ പ്രൈം നമ്പറുകൾ.
അപ്പൊ അതൊന്ന് 625 അതുപോലെ 243 ആ രണ്ട് നമ്പറുകൾ തനിയെ ചെയ്ത് നോക്കാൻ പറ്റുമോ? ഒന്ന് ചെയ്തിട്ട് വരാൻ പറ്റുമോ നോക്കൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഹോംവർക്ക് തന്നത് ചെയ്യാം, ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചു കാണുക, എഴുതി പഠിക്കുക. ഇത് എഴുതി പഠിക്കുക നിർബന്ധമാണ്. മാത്സ് എന്തായാലും എഴുതി പഠിക്കണം. പക്ഷെ ഇത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആവുമ്പോൾ മാത്രമേ നമുക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.